നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് സംവരണത്തെ ചൊല്ലി ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ. ഇതേ തുടർന്ന് ഇന്ത്യൻ പൗരന്മാർക്ക് സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെയും നൽകിയിരുന്നു. ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രക്ഷോഭത്തിൽ ഇരയായവർക്ക് അഭയം നൽകാൻ തയ്യാറാണെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞത് വലിയൊരു രാഷ്ട്രീയ വിവാദത്തിനാണ് വഴിവെച്ചത്. ബംഗ്ലാദേശിൽ കലാപം ശക്തമായതോടെ ജൂലൈ 21-നാണ് മമതാ ബാനർജി ബംഗ്ലാദേശിലെ നിസ്സഹായരായ ജനതയ്ക്ക് വേണ്ടി വാതിൽ തുറന്നിടുന്നു എന്ന പ്രസ്താവന നടത്തിയത്. അഭയാർത്ഥികളെ ബഹുമാനിക്കുന്നവരാണ് തങ്ങളെന്നും പ്രക്ഷോഭത്തിൽ ഇരയായവർ വാതിലിൽ മുട്ടിയാൽ അഭയം നൽകുമെന്നുമൊക്കെ മമത പറഞ്ഞിരുന്നു. ഈ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ബംഗ്ലാദേശ്. നിസ്സഹായരായ ജനതയെ സ്വീകരിക്കും എന്ന തരത്തിലുള്ള വാഗ്ദാനം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണെന്ന് പ്രസ്താവനയിൽ പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചാണ് ബംഗ്ലാദേശ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. വിദേശത്ത് നിന്ന് രാജ്യത്തേക്ക് വരുന്നവരെ സംരക്ഷിക്കുന്നതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മമത നടത്തിയ പ്രസ്താവന തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് ചൂണ്ടിക്കാണിച്ച് മമതാ ബാനർജിക്ക് രാജ്ഭവൻ നോട്ടീസ് അയച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് ആ വാതിൽ അങ്ങ് അടച്ചിട്ടേക്ക് എന്ന രീതിയിലുള്ള ബംഗ്ലാദേശിന്റെ പ്രസ്താവന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.